കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചു. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നീ തങ്കി എന്നൊന്ന് പ്രേമിക്കണ്ട തങ്കി. കാതിലടിച്ച സ്വരവും അകക്കണ്ണിൽ തെളിഞ്ഞു വന്ന പാർത്തിയുടെ മുഖം ഞെട്ടി കണ്ണു രണ്ടും തുറന്ന് തിങ്കൾ കുറച്ചു സമയം അവൾ മുകളിലേക്ക് നോക്കി അതേ കിടപ്പ് തന്നെ കിടന്നു. അടുത്ത നിമിഷം തലയൊന്ന് വെട്ടിച്ച് കിടക്കുന്ന തലയിലേക്ക് തന്റെ മുഖം അമർത്തി വെച്ചു പെണ്ണ്. അമ്മേ ചോറെടുക്ക്. ബൈക്കും സ്റ്റാൻഡിലിട്ട് ഉമ്മർത്തി കിടക്കുന്ന മന്മുവിന്റെയും പുഷ്പിന്റെയും മേലെ കൂടെ ചാടിക്കിടന്നാണ് പാർത്തി ഹാളിലേക്ക് എത്തിയത്. എടുക്കാടാ, ആദ്യം നീ വന്ന് കയറിയിരിക്കുന്നു പറയുന്നതിനൊപ്പം തന്നെ ചാന്ദിനിയാന്റെ വരവിൽ അടുക്കളയിലേക്ക് പായുന്നുണ്ട്. ചാള ഓർത്തിട്ടില്ലേ? പിന്നെ വറുക്കാതെ. കുഞ്ഞിച്ചാള തന്നെയല്ലേ? ആ എന്റെ പാച്ചു, ഞാൻ പോയി എടുക്കട്ടെ, നീ കൈ കഴുകിയിരിക്ക്. അമ്മയുടെ വിളിച്ചു പറയിൽ സമാധാനപ്പെട്ട് എന്നാൽ ധൃതിയോടെ തന്നെ കൈയും കഴുകിയവൻ മുന്നിലേക്ക് പ്ലേറ്റും മലർത്തി വെച്ച് ടേബിളിനരികെ ചെയറും വലിച്ചിട്ടിരുന്നു. ഒരു ഞായറാഴ്ചയാണിന്ന്. പക്ഷെ പാർത്തി കുറച്ച് തിരക്കിലാണ്. വേറൊന്നുമല്ല, കൃഷ്ണമ്പലത്തിലെ ഉത്സവമാണ് മറ്റന്നാൾ. അമ്പല കമ്മിറ്റിയിലൊന്നും ഇല്ലെങ്കിലും അമ്പലത്തിലെ ഉത്സവമായിട്ട് ഇച്ചിരി ബന്ധമുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ ഓടി നടക്കേണ്ട ആവശ്യമുണ്ട് അവന്. അതുകൊണ്ട് തന്നെ ഉണ്ണാൻ വരാൻ അവൻ കുറച്ചൊന്ന് വൈകി. അതുപോലെ രാവിലെ പോകുമ്പോൾ ഈ വഴി വരുന്ന മീൻകാരൻ വാസുവേട്ടൻ അവൻ കണ്ടിരുന്നു. ചാളയുണ്ടെങ്കിൽ വീട്ടിലേക്ക് കൊടുത്തോളാൻ വിളിച്ചു പറയുകയും ചെയ്തു അവൻ. ചാള വറുത്തു വയ്ക്കുന്ന ചെക്കൻ അത്രയ്ക്ക് ഇഷ്ടമാണെന്നേ. കുഞ്ഞി ചാളയാണെങ്കിൽ പിന്നെ പറയണ്ട. ഉപ്പും മുളകൊക്കെ പുരട്ടി ആ മുറിച്ച് വറുത്തെടുത്ത കുഞ്ഞിച്ചാള മുള്ളോടെ തന്നെ അങ്ങനെ കടിച്ച് മുറിച്ച് തിന്നതിന് എന്തൊരു ടേസ്റ്റാന്നറിയോ. അങ്ങനെ തിന്നാൻ വേണ്ടി തന്നെയാണ് കൊതിച്ചവൻ വന്നിരിക്കുന്നത്. ചാള മീൻ കിട്ടിയിട്ട് ഇച്ചിരി നാളായി. അയ്യോ പാച്ചു! ചാള സ്വപ്നം കണ്ടിരുന്നവൻ നിമിഷ നേരം കൊണ്ട് ചാന്ദിനിയുടെ വിളിയേട്ട് പറന്നാണ് അടുക്കളയിലേക്ക് എത്തിയത്. എന്താമ്മേ? പാർത്തി ചോദിക്കുന്ന നേരം ചന്തു നേരെ കഴിച്ചു ചൂണ്ടിയത് മീൻ വറുത്ത് മൂടി വെച്ച പാത്രത്തിലേക്കാണ്. പക്ഷെ ഇപ്പോൾ പാത്രത്തിന് മൂടിയില്ല, അത് താഴെ കിടപ്പാണ്. കൂടെ വറുത്ത് വെച്ച 3-4 മീൻ താഴെയും കിടപ്പുണ്ട്. പൂച്ച കട്ടതാടാ, രണ്ടെണ്ണം അത് തിന്നുകയും ചെയ്തു. ഞാൻ ഓടിച്ചപ്പോ ബാക്കി ചവിട്ടി തട്ടിടുകയും ചെയ്തു. ഏത് പൂച്ച? തിങ്കളിന്റെ പൂച്ച. അപ്പ വാതിലടച്ചില്ലേ? മുഴുവൻ പറയും മുന്നേ പാർത്തിയുടെ അലർച്ച. വാതിലൊക്കെ അടച്ചാടാ, ജനലിൽ കൂടെ വന്നതാവൻ. ചാന്ദിനി പറഞ്ഞിരുത്തില്ല. അപ്പോഴെങ്കിന്തേ ജനലിന്റെ അവിടെ ഒരു മ്യാവൂലി. എന്റെ ചാള കൊണ്ടുപോയ അലവരാതി എന്ന് വിളിച്ച് പാർത്തിയുടെ സ്ലാബിലുണ്ടായിരുന്ന ഒരു നാരങ്ങ എടുത്ത് അതിന് ഒറ്റ ഏറായിരുന്നു. പക്ഷേ കൊള്ളും മുന്നേ ചെക്കൻ ചാടിപ്പോയി കഴിഞ്ഞു. പാച്ചു, ആ തിങ്കളിന്റെ പൂച്ചയാണെന്ന്. അവന്റെ പുറകെ തന്നെ പാർത്തി ഓടാൻ നിൽക്കുമ്പോൾ ചാന്ദിനി അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ആരുടെ ആയാലും എനിക്കെന്റെ മീൻ വറുത്ത് വേണം, പല്ലും കടിച്ച് അവനും പറഞ്ഞു. പൂച്ച നിന്ന് എനിക്കിനി ഇങ്ങനെ തരാനാ. നല്ല മാങ്ങിയിട്ട് ചാള ഞാൻ കറിയാക്കിയും കുറച്ച് വെച്ചിട്ടുണ്ടാ. പിന്നെ തിങ്കളിട്ട് തന്ന അച്ചാറുണ്ട്. അമ്മ കുടപ്പിനും പരിപ്പൂട്ട് വെച്ച നല്ല തോരനും ഉണ്ട്. അതൊക്കെ അമ്മ തന്നെ കഴിച്ചാ മതി. ഞാൻ കഴിച്ചടാ. ചന്തുവിന്റെ മറുപടിയും പെട്ടെന്ന് എത്തിയതും പാർത്തി പല്ല് കടിച്ചു. നാളെ വാങ്ങിച്ച് മീൻ ഞാൻ വറുത്ത് വെക്കാം. ഇന്ന് ഇതൊക്കെ കൂട്ടി തിന്ന് പാച്ചു. വെറുതെ പിള്ളേരെ പോലെ വാശി പിടിക്കല്ലേ നീ. എന്തു വാശി? മനുഷ്യൻ മീൻ വറുത്ത് നാ കൊതിച്ചു വന്നിരുതേ ഇപ്പൊ പൂച്ച കൊടുത്തിരിക്കുന്നു. ഞാൻ കൊടുത്തതല്ലടാ. അമ്മയൊന്നും പറയണ്ട. ഇതിനൊരു തീരുമാനം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഭക്ഷണം കഴിക്കൂ. എന്ത് തീരുമാനം? നിനക്കിത് എന്താ എന്റെ പാച്ചു? ഇച്ചിരി മീൻ വറുത്ത് പോയതിന് നീ ഇനി എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാൻ പോവാന്ന് ഞാൻ കാണിച്ചു തരാം. അവളെ കൊണ്ട് അവിടെ പൂച്ചയെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. വീട് ചന്തു പറയിലും അമ്മയുടെ കൈയും വിടിവിച്ച് അവൻ അങ്ങ് പോയതേ. ഈ ചെക്കൻ കൊതിമൂത്ത് വട്ടായെന്ന് പറഞ്ഞ ചാന്ദിനി അവന്റെ പുറകെ തന്നെ ഓടി. പെറ്റുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണെങ്കിലും ഈ കാര്യത്തിലൊന്നും ഒരു ദയം ചെക്കൻ കാണിക്കില്ല. ചാന്ദിനി പുറത്തേക്ക് എത്തി നോക്കുമ്പോൾ പാർത്തി ദയം അതിലും ചാടി അപ്പുറത്തെത്തി കഴിഞ്ഞു. ചാന്ദിനി വേഗം ഗേറ്റും തുറന്ന് അപ്പുറത്തേക്ക് ഓടുമ്പോൾ കട്ടിരുന്ന ക്ഷീണത്തിൽ ഉമ്മറത്തി കിടക്കുന്ന തിങ്കളുടെ പൂച്ച സുന്ദരനെ പാർത്തി കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ആ ഏറ് മനസ്സിൽ കണ്ട സുന്ദരൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതും കല്ലിൽ നേരെ പോയി അടഞ്ഞു കിടന്ന വാതിലിൽ ശക്തിയിൽ മുട്ടി വീണു. അകത്തുണ്ടായിരുന്നു തിങ്കൾ വാതിലും തുറന്ന് പുറത്തേക്ക് എത്തുമ്പോൾ ദേഹം മുറ്റത്ത് നിൽക്കുന്നുണ്ട് അമ്മയും മോനും. പക്ഷേ ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെ നോക്കി നിൽക്കുന്ന പാർത്തിയെ അവൾ തെളിഞ്ഞൊരു ആശ്ചര്യത്തോടെയാണ് നോക്കിയത്. സാധാരണ അവൻ വരുന്ന പെണ്ണിനെ ചിരിച്ചു മയക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇതേ ഒരു വാള് കൂടെ കൊടുത്താൽ ചെക്കന് ഇവിടെ നിന്ന് തുള്ളും. എന്റെ ചാള വറുത്ത് നിന്റെ പൂച്ച കട്ടുകൊണ്ടുപോയി. പല്ലും കടിച്ചുള്ള ചെക്കന്റെ പറച്ചിലിൽ തിങ്കൾ കണ്ണു മിഴിച്ച് അവനെ നോക്കുന്നുണ്ട്. എന്റെ പാച്ചു, ചാള പോയെന്ന് പറഞ്ഞ് മനുഷ്യനെ നാണം കെടുത്തല്ലേടാ. ചാന്ദിനി അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. എന്ത് നാണക്കേട്? ഞാനല്ല അവളുടെ ചാള കെട്ട്. എന്റെ ചാളയും കൊണ്ട് അവിടെ പൂച്ചയാ പോയത്. ഒരൊക്കെ പറയലും അമ്മയുടെ ആ കയ്യങ്ങ് തട്ടി മാറ്റിയവൻ. എന്റെ മോളെ ഒന്ന് വിചാരിക്കല്ലേ, ചാള വറുത്ത് തിന്നാൻ കൊതിച്ച് വന്നാ ഇവൻ. അത് പൂച്ച കൊണ്ടുപോയതിന്റെ രോഷായി കാണിക്കുന്നത്. മോൾ ഇതൊന്നും കാര്യാക്കേണ്ടെന്ന് അമ്മ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഞാനിത് കാര്യാക്കും. അമ്മിനും വില്ലിനും അടുക്കാതെ പാർത്തി പറയുമ്പോൾ തിങ്കളവന്റെ മുഖത്തേക്ക് കണ്ണു ചുരുക്കാൻ നോക്കി. സത്യം പറഞ്ഞാൽ ചുണ്ടുകൂർപ്പിച്ച് തലയും പ്രത്യേക രീതിയിലാട്ടി ചാളവർത്തിന് വേണ്ടി വാശി പിടിച്ച് നിൽക്കുന്നവനെ കണ്ട് അവൾക്ക് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. എന്നാലും അത് പുറത്തേക്ക് കാണിക്കാതെ സുന്ദര പൂച്ചയെ തിങ്കൾ നീട്ടി വിളിച്ചു. അയ്യടാ, നീ എന്നെ സുന്ദരാന്ന് വിളിച്ച് സോപ്പിടൊന്നും വേണ്ട. ഞാൻ സുന്ദരനാണെന്ന് എനിക്കറിയാം. നീ എന്റെ ചാള വറുത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയ ആദ്യം.
പാർവതി പിന്നെയും ഒച്ചയെടുക്കുന്നുണ്ട്. തിങ്കൾ അതിനവനെ ചുണ്ടുവിളിക്കാൻ നോക്കി. അപ്പോഴേക്ക് അപ്പുറത്തേക്ക് ഓടിയ സുന്ദരൻ ഞാവൂന്നൊരു വിളിയോട് അവൾക്കടുത്തേക്ക് പാഞ്ഞു വന്നിട്ടുണ്ട്. സുന്ദര, നീ ഇവന്റെ മീൻ പോയി കട്ടുന്നോടാ? ശാസനയോടെ തന്നെ കാലുരുമുന്നതിന്റെ ചെവിയിൽ പിടിച്ച് അവൾ വലിക്കുമ്പോൾ മ്യാവ് വിളിച്ച് വീണ്ടും അവൾ ഉരുമുകയാണ് സുന്ദരൻ. അയ്യേ, ഇവനായിരുന്നു സുന്ദരൻ. ഇത്ര നേരം ചുട്ടുവഴുത്തുന്ന പാർത്തി ഉരിയൊലിച്ചു പോയി. തിരിഞ്ഞവൻ ചാന്ദിനി നോക്കുമ്പോൾ വാപ്പൊത്തി പിടിച്ച് ചിരിയടക്കാൻ പാടുപെടുകയാണ് അവർ. അമ്മയാണത്രേ അമ്മ. പാർത്തി പല്ലടിച്ചു. അതിനൊപ്പം തന്നെ ആളുടെ പൂച്ചയ്ക്ക് പേരിട്ട ഞാനാ സുന്ദരനെന്ന് എപ്പോഴോ ചാന്ദിനി തന്നോട് പറഞ്ഞു അവൻ ഓർത്തു. ചാള പോയ ദേഷ്യത്തിൽ ചെക്കനെല്ലാം മറന്നുപോയതാണ്. നിന്ന് കോടീശ്വരം കളിക്കാൻ അതിന്റെ പേട്ട തല നോക്കി ഒന്ന് കൊടുക്കടി. നിനക്ക് പറ്റിയില്ലെങ്കിൽ മാറിക്ക്, ഞാൻ കൊടുത്തോളാം. പറയിലും ഒമ്മറപ്പടി കയറി വന്നവൻ സുന്ദരനെ തല്ലാൻ കൈപൊക്കിയതും തിങ്കൾ അവന്റെ കയ്യിൽ കയറി പിടിച്ചു കഴിഞ്ഞു. സുന്ദരൻ ഓടാതെ കണ്ണുടച്ച് പമ്മി തിങ്കളുടെ കാലിനിടയിൽ ഒളിച്ചു കിടക്കുകയാണ്. പാർത്തി അവൾ പിടിച്ച കൈയിലേക്കും പെണ്ണിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. ആളവന്റെ കൈ വിട്ടു. നിനക്ക് ചാളവറുത്ത് കിട്ടിയാ പോരെ, ഞാൻ തരാം. അയ്യോ മോളെ, അതൊന്നും വേണ്ട. ചാന്ദിനി പെട്ടെന്ന് തന്നെ ചമ്മലോടെ പറഞ്ഞതേ. വേണം, ചാളവറുത്ത് കിട്ടിയ ഈ പ്രശ്നം ഇവിടെ തീർന്നു. പാർത്തി വലിയ കാര്യത്തിൽ മുഖം വെട്ടിച്ചു. അയ്യേ, ഈ ചെക്കനിത് പാച്ചു ഇങ്ങോട്ട് വരുന്നുണ്ടോ നീ? സാരില്ല ആന്റി, ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്, തരാം. തിങ്കൾ കണ്ണു ചിമ്മി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ സുന്ദരൻ അവൾക്ക് പുറകെ ഓടി. പാച്ചു, ഇത് മോശാട്ടോ. ആ സുന്ദരൻ കട്ടുന്നതിന് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങാന്ന് വെച്ചാൽ. ചാന്ദിനി കണ്ണുരുട്ടി നോക്കി പറയുമ്പോൾ ആൾക്കൊപ്പം അകത്തേക്ക് പോകാൻ തുടങ്ങിയവൻ അമ്മയും തിരിഞ്ഞു നോക്കി. ഒരു മോശമില്ല, അല്ലെങ്കിൽ അവൾ ഉണ്ടാക്കുന്ന എന്തിലും എനിക്ക് അവകാശമുണ്ട്. ആ അവകാശം വാങ്ങി ഞാനിപ്പോ വരാം. ചന്തു വീട്ടിൽ പോകാൻ നോക്ക്. പറഞ്ഞു കഴിഞ്ഞു അവനകത്തേക്ക് കയറിപ്പോയി. അവൻ അടുക്കളയിൽ എത്തുമ്പോൾ മീൻ വറുത്തു വെച്ച ഫ്രൈ പാൻ തുറന്ന് പാർത്തി കൊടുക്കാനായി ഒരു പാത്രത്തിലേക്ക് അതിൽ നിന്ന് പകർത്തുകയാണ് അവൾ. ചാന്ദിനി വാങ്ങിച്ചപ്പോൾ തന്നെ തിങ്കളും ചാള വാങ്ങിച്ചിരുന്നു. ആൾക്കത് ഇഷ്ടമാണ്. അന്നേരം തന്നെ പാർത്തിക്ക് പണ്ട് മുതലേ ജീവനാണെന്ന് ചാന്ദിനി പറഞ്ഞതോർ തിങ്കൾ. അപ്പൊ ഈ വീടുണ്ടായിട്ടാ ഈ കള്ളൻ എന്റെ വീട്ടിൽ കയറി കട്ടത് അല്ലേ? പാർത്തിയുടെ ശബ്ദത്തിൽ തിങ്കൾ തിരിഞ്ഞു നോക്കിയതും ചെക്കൻ അവിടെ അടുത്തെത്തിയിട്ടുണ്ട്. 2-3 കൂടുതൽ ഇട്ടോ. ആ വലുത്. അവൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ പെണ്ണവനെ നോക്കി. എന്താണ് ഈ നോക്കുന്നേ? നിന്റെ പൂച്ച ഇതിലും വലുതാ തിന്ന്. വേണമെങ്കിൽ ചോദിച്ചു നോക്കാം അവനോട്. അതും പറഞ്ഞ അവൻ അടുക്കള വാതിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇരുന്ന് മുഖം നോക്കി തുടക്കുന്നുണ്ട് ഇന്നത്തെ ഹീറോ. എന്റെ മോളെ, ഇതൊന്നും വേണ്ട. ചാന്ദിനി വീണ്ടും വന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ല ആന്റി. തിങ്കളൊന്നും ചിരിച്ചതേ ആളുടെ കയ്യിൽ നിന്ന് മീൻ വറുത്തിന്റെ പാത്രവും വാങ്ങി വന്ന പോലെ മതിലും ചാടി അപ്പുറത്തേക്ക് പോയി. എപ്പോഴും ചാടി ചാടി വന്ന് ചെക്കന് നേരെയുള്ള വഴി മറന്നുപോയ പോലെയാണ്. ചാന്ദിനിയും ചമ്മിക്കൊണ്ട് അവളോട് യാത്ര പറഞ്ഞ് അപ്പുറത്തേക്ക് നടന്നു. വീട്ടിലെത്തുമ്പോൾ പാർത്തി മീൻ വറുത്തം കൂട്ടി ആസ്വദിച്ച് ചോറിന്ന് തുടങ്ങിയിട്ടുണ്ട്. ചാന്ദിനി പോയി അച്ചാറും ബാക്കി കറികളും അവന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ഒരിക്കലും ഇച്ചിരി എരിശ്ശേരി കൂട്ടാൻ ഇങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോ ഒരുത്തൻ കളിയാക്കൽ ഞാൻ ഇതുവരെ മറന്നിട്ടൊന്നുമില്ല. ഒരു കസേര വലിച്ച് അവനടുത്തിരുന്നാണ് ചാന്ദിനി അത് പറഞ്ഞത്. അന്ന് അവൾ എന്റെ ജസ്റ്റ് ഒരു ക്രഷ് മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ. അപ്പൊ പിന്നെ ആ കാര്യത്തിനുള്ള പ്രസക്തിയില്ല. പറഞ്ഞുകൊണ്ട് അവനൊരു മീൻ കൂടെ എടുത്ത് കടിച്ചു മുറിച്ചങ്ങ് തിന്നു. എന്റെ അമ്മേ, അവിടെ ആ ചുന്ദരം മീനെടുത്തുണ്ടായി നന്നായി. അല്ലെങ്കിൽ അമ്മയുടെ ഉണക്ക ചാള വറുത്ത് കൂട്ടി എനിക്ക് ചോറുന്നേണ്ടി വന്നേനെ. ഇതൊന്നും നോക്ക്, എന്നാ ടേസ്റ്റ്. ചാള വറുക്കുമ്പോഴേ ഇങ്ങനെ വറുക്കണം. ഇത്ര നാളും എന്റെ ഉണക്ക ചാള വറുത്ത് തന്നെയാ നീ തിന്നോണ്ടിരുന്നേ. അപ്പൊ ഈ കുറ്റം പറയൊന്നും കേട്ടില്ലല്ലോ. മുള്ളു വരെ കളയാത്ത ഇന്നലെയാണ് നീ പോവുക. ചാന്ദിനി നല്ല കുശുമ്പോടെ ഇച്ചിരി ദേഷ്യത്തോടെ തന്നെയാണ് ആ പറഞ്ഞേ. പാർത്തി അമ്മയെ നോക്കി ചുണ്ട് കടിച്ചു പിടിച്ച് ശരിയടക്കി. കുശുമ്പിച്ചിരി കൂടുന്നുണ്ടല്ലോ ചന്തു. ഇനിയിപ്പോ എന്റെ പെണ്ണ് വരുമ്പോ പോരെടുക്കുവോ? പോരെടുക്കും നിന്റെ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് പാച്ചു. ആദ്യം നീ അവളെ കല്യാണം കഴിച്ചിങ്ങോട്ട് കൊണ്ടുപോവാ. ചാന്ദിനി പൂച്ചേച്ചി പറഞ്ഞതേ. കൊണ്ടുവരും, അധികം വൈകാതെ തന്നെ കൊണ്ടുവരും. പാർത്തിയും ചുണ്ടൂർപ്പിച്ച് മുഖം വെട്ടിച്ചു. മീനിൽ പൊട്ടിയ മസാലയിൽ വേറെന്തൊക്കെയോ ചേർത്തിട്ടുണ്ട്, അതാ ഇത്ര രുചി. അല്ലെങ്കിൽ ആ കുട്ടി എന്തുണ്ടാക്കിയാലും നല്ല രുചിയാ. കൈപ്പുണ്യ അത്. ദേ ഈ നാരങ്ങാച്ചാറിന് എന്നാ ടേസ്റ്റ്. ചാന്ദിനി ഒരു മീൻ വറുത്തെടുത്ത് കഴിച്ചിട്ടാണ് അത്രയും പറഞ്ഞത്. പാർത്തിയെല്ലാം കേട്ട് ആസ്വദിച്ചിരുന്നതേ ഉള്ളൂ. പക്ഷേ രണ്ടാമത്തെ മീനെടുക്കാൻ നോക്കിയപ്പോൾ ചെക്കൻ കണ്ണുരുട്ടി നോക്കിയതും ചിരിയോടൊരു പോടാ പറച്ചിലിനൊപ്പം ചാന്ദിനി അതും തിന്നു. ഇങ്ങനെ ഭക്ഷണമൊക്കെ കിട്ടണമെങ്കിലേ ആൾക്ക് വേഗനോട് ഇഷ്ടമുണ്ടാവും. അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാറുണ്ടടാ. ഓവ. പറയലും ചോറിന്ന് കഴിഞ്ഞ് പ്ലേറ്റ് എടുത്ത് എഴുന്നേറ്റവൻ അടുക്കളയിലേക്ക് പോയി. സ്റ്റോളിലേക്ക് വെക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയായോ? പിന്നെ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാനും പ്രിയയും കുറച്ചൊക്കെ സഹായിച്ചു എന്നേ ഉള്ളൂ. കൂട്ടൊക്കെ തിങ്കളുടെ തന്നെയാ. എന്തൊരു രസമാണില്ലെന്നറിയോ. ആ കൊച്ചിന്റെ അച്ഛമ്മ പറഞ്ഞെന്ന കൂട്ടാന്നാ പറഞ്ഞ്. എന്നാൽ അവള് കൈതൊട്ടോണ്ടാ ഇത്രയും രുചി. വൈകുന്നേരത്തോടെ പാക്കിംഗ് എല്ലാം കഴിക്കണം. പിന്നെ നമ്മുടെ പുഴുക്കൾക്കുള്ള ചമ്മന്തിയും തിങ്കളുടെ റെസിപ്പി തന്നെയാ. ഒരെണ്ണം മുളക് ഇട്ടരച്ചും മറ്റേത് കാന്താരി ഉള്ളിയൊക്കെ ഇട്ട് പച്ച ചമ്മന്തിയും. ഞങ്ങൾ സാമ്പിൾ ഉണ്ടാക്കി നോക്കിയിരുന്നു. അടിപൊളി. ആ, എല്ലാം അടിപൊളിയാ സ്ഥിതിക്ക് ഈ ഐഡിയ പറഞ്ഞതുപോലെ മറക്കാതിരുന്നാ മതി. അമ്മയുടെ പൊന്നുമോനമ്മ മറക്കുവാടാ. ചാന്ദിനി സോപ്പിടുന്നുണ്ട്. ഒന്ന് അമർത്തി മൂളി തലയാട്ടിക്കൊണ്ട് പാർത്തി അവന്റെ മുറിയിലേക്ക് പോയി. 5 ദിവസമായിട്ടാണ് കൃഷ്ണന്റെ അമ്പലത്തിലെ പരിപാടികൾ. നാടൊന്നാകെ ആഘോഷിക്കുന്ന ഉത്സവമാണിത്. 3-ാം ദിവസമാണ് വലിയ ഉത്സവം. ബാക്കി ദിവസങ്ങളിലുണ്ട് പരിപാടികൾ.
കഴിഞ്ഞ 2 വർഷത്തിൽ ഈ ഉത്സവത്തിനിടയിൽ ഒരു സ്റ്റോൾ ചാന്ദിനിയും പ്രവീണയും കൂടി ഇട്ടിരുന്നു. ചുക്ക് കാപ്പിയും വീട്ടിൽ വിളഞ്ഞ കാച്ചിലും ചേമ്പും കൊള്ളിയും പിന്നെ ചമ്മന്തിയൊക്കെയായി ചെറിയൊരു കട. ഒരു പ്ലേറ്റിന് 50 രൂപക്കാണ് സാധനങ്ങളെന്ന് അവർ വിറ്റത്. പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിയിലുള്ള കച്ചവടം തന്നെയാണ് അവർ കിട്ടിയത്. അപ്പൊ ഈ പ്രാവശ്യം സ്റ്റോൾ ഇടുമ്പോൾ തിങ്കളിനെ കൂടെ കൂട്ടാൻ പാർത്തിയാണ് പറഞ്ഞത്. മുന്നൊരിക്കൽ മാങ്ങാച്ചാറിട്ട് അവൾ ചാന്ദിനിയോട് അഭിപ്രായം ചോദിച്ചിരുന്നു. രുചിയേറെയുള്ളതുകൊണ്ട് അവളുടേതായ അച്ചാറുകൾ വെക്കാനാണ് തീരുമാനം. ചാന്ദിനി ചോദിച്ചപ്പോൾ തിങ്കൾ സമ്മതിക്കുകയും ചെയ്തു. ഉത്സവം പ്രമാണിച്ച എല്ലാ ദിവസമൊന്നും തിങ്കളുടെ അവധിയില്ല. വലിയ ഉത്സവത്തിന്റെ അന്ന് മാത്രമാണ് അവൾക്ക് ജോലിയില്ലാത്തത്. അന്ന് പ്രാദേശിക അവധിയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ജയരാജനോട് മുൻകൂട്ടി പറഞ്ഞ് ഒരു 3 മണി നേരം ആകുമ്പോഴേക്കും അവൾ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങും. ഉത്സവമായതുകൊണ്ട് അയാളൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും വർക്ക് പെൻഡിങ് ആയാൽ ഞായറാഴ്ച ഒന്നും ചെയ്തേക്കാൻ പറഞ്ഞ ജയരാജൻ ആളത് സമ്മതിക്കുകയും ചെയ്തു. ക്ലബിനോട് ചേർന്ന് ടാർപ്പായ വലിച്ചുകെട്ടി അവരുടെ സ്റ്റോൾ റെഡിയാക്കിയിട്ടിരിക്കുന്നു. പ്രവീണയും ചാന്ദിനിയും ജോലി കഴിഞ്ഞ് വന്ന് തിങ്കളും പിന്നെ അവിടെയായിരിക്കും. 3 മണിക്കാണ് അവർ അവരുടെ സ്റ്റോൾ ഓപ്പൺ ചെയ്യുക. ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നതും കാച്ചിലും ചേമ്പും കൊള്ളിയും പുഴുങ്ങുന്നതും അവിടെ വെച്ച് തന്നെയാണ്. ഒരു പ്ലേറ്റ്, അതിൽ കാച്ചിലും ചേമ്പും കൊള്ളിയും 2 കഷ്ണം വീതം ഉണ്ടാവും. പിന്നെ 2 കൂട്ടം ചമ്മന്തിയുണ്ട്, അതും കൂടെ ഒരു ചുക്ക് കാപ്പിയും. 50 രൂപയാണ് ഇതിനെല്ലാം കൂടെ ചാർജ്. ചെറിയ ടിന്നിലാക്കി വെച്ചിരിക്കുന്ന തിങ്കളിന്റെ അച്ചാറിനും 50 തന്നെയാണ്. ആളുകൾ അച്ചാറൊക്കെ സാമ്പിൾ നോക്കി വാങ്ങിക്കാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയതുകൊണ്ടും എല്ലാത്തിനും നല്ല രുചിയായതുകൊണ്ടും അവരുടെ കച്ചവട ഉത്സവമൊക്കെ പൊടി പൊടിക്കുകയാണ്. തിങ്കളിന് സത്യം പറയുകയാണെങ്കിൽ പണ്ടിയോട് ജീവിച്ചിരുന്നതിനേക്കാളും സമാധാനത്തിലാണ് ആളുടെ ലൈഫ് ഇപ്പോൾ പോകുന്നത്. ആരും വേണ്ട, ഒന്നും വേണ്ടെന്ന തീരുമാനത്തോടെ ജയിലിൽ നിന്ന് വന്നവൾക്ക് എവിടെയോ വെച്ച് മനസ്സൊന്ന് മാറിയിട്ടുണ്ട്. അതിന് കാരണം ആ അമ്മയും മകനും തന്നെയാണ്. അത് അവൾക്കും അറിയാം. നന്ദിയുണ്ട് അവരോട് അവൾക്ക്. എന്നാൽ സ്വയം എല്ലാത്തിലും മതിമറന്ന് പോയിട്ടില്ല അവൾ. അങ്ങനെ പോയാൽ ഇനിയൊരു അടി കൂടെ അവൾക്ക് കിട്ടിയാൽ താങ്ങാനുള്ള കരുത്ത് പെണ്ണിനില്ല. അതുകൊണ്ട് തന്നെയാണ് പാർത്തിയുടെ ഇപ്പോഴും അവളോടുള്ള ഇഷ്ടത്തെ തിങ്കൾ മനഃപൂർവ്വം അവഗണിച്ചു വിടുന്നത്. എന്നാൽ അതുകൊണ്ട് പാർത്തി പിന്മാറുമോ? അതുമില്ല. കഴിഞ്ഞ മാസം തിങ്കളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞിരുന്നു. ലേണിംഗ് ഒക്കെ പഠിക്കുന്നതിൽ ഒരുവിധമായപ്പോൾ അവൾ നേരത്തെ എഴുതി പാസ് ചെയ്തിരുന്നു. ടെസ്റ്റിലും പാസ്സാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പാർവതിയും പാസ്സായി. ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ തിങ്കളൊരു വണ്ടി ശരിയായി കൊടുത്തിരുന്നു മിഥുൻ. പുതിയൊരെണ്ണം എടുക്കാമെന്ന് തിങ്കൾ ആദ്യം വിചാരിച്ചെങ്കിലും 10,000 രൂപയ്ക്ക് നല്ലൊരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ കിട്ടിയതും തൽക്കാലം അത് വാങ്ങിച്ചവൾ. പാർട്ടിയുടെ കടയിൽ നിൽക്കുന്ന ജേഫറിന്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ ചേട്ടന്റെ വണ്ടിയാണത്. ഹോണ്ട 2015 മോഡൽ. അധികം ഓടിയിട്ടുള്ള വണ്ടിയല്ല, നല്ല കണ്ടീഷൻ തന്നെയാണ്. ഇതിന്റെ ഓണർ ജാഫറിന്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ ചേട്ടൻ മരിച്ചുപോയി. അതുകൊണ്ട് അയാൾ ചേട്ടന്റെ ഓർമ്മയ്ക്ക് പൊന്നുപോലെ കൊണ്ടുനടക്കുന്ന വണ്ടിയാണത്. വാങ്ങുന്നയാൾ പൊന്നുപോലെ നോക്കണമെന്നൊരു കണ്ടീഷനും പിന്നെ അതിന്റെ കാലാവധി കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം, അതാണ് അവർ നിബന്ധന വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കുറഞ്ഞ പൈസക്ക് അവൾക്ക് സാധനം കിട്ടിയത്. തിങ്കളുടെ അവർ പറഞ്ഞ കണ്ടീഷനൊക്കെ പൂർണ്ണ സമ്മതമായതുകൊണ്ട് ആളത് വാങ്ങി. സ്കൂട്ടർ കിട്ടിയതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞു വരാനും പോകാനും ഒക്കെ അവൾക്ക് നല്ല എളുപ്പമാണ്. വണ്ടിക്കാണ് വരുന്നെങ്കിലും അമ്പലത്തിനടുത്ത് അവളെയും കാത്തുള്ള പാർട്ടിയുടെ നിൽപ്പിന് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. പതിവ് പോലെ ആൾക്ക് പുറകെ തന്നെ ബൈക്കിലാണ് അവനും വീട്ടിലേക്ക് കയറുക. അങ്ങനെ ഉത്സവത്തിന്റെ അവസാന ദിവസമായിരിക്കുകയാണ്. തിങ്കൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായി നേരെ അമ്പലപ്പറമ്പിലേക്ക് ചെന്നു. സ്റ്റോളിൽ സാധനങ്ങളെല്ലാം നിരത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കപ്പ വേവിച്ചതിന്റെ ഗന്ധം അവിടെ ആകെ പരന്നിട്ടുണ്ട്. ഇന്ന് മോൾ കുറച്ചുകൂടെ നേരത്തെ വന്നോ? പ്രവീണ പതിവിലും വേഗം ആൾ സ്റ്റോളിലേക്ക് വന്നിട്ട് ചോദിച്ചാണ്. ആന്റി, ഉത്സവത്തിന്റെ അവസാന ദിവസമായിട്ട് കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞ ജയരാജൻ സാറ് ആളിന്ന് ഓഫീസിലുണ്ടായിരുന്നു. പ്രവീണക്കൊരു വിശദീകരണം കൊടുത്ത് അവൾ ചാന്ദിനിയുടെ അടുത്തേക്ക് നടന്നു. ക്ലബിനുള്ളിൽ ചമ്മന്തി റെഡിയാക്കിയത് എടുത്തു വെക്കുകയാണ് ചാന്ദിനി. നേരത്തെ തിങ്കൾ വന്നുകൊണ്ട് ചന്തുവും കാര്യം ചോദിക്കുന്നുണ്ട്. പ്രവീണയോട് പറഞ്ഞ മറുപടി തന്നെ ചാന്ദിനിക്കും കൊടുത്ത് അവളെല്ലാം എടുത്തു വെക്കാൻ കൂടി. നാരങ്ങ, ചെത്തുമാങ്ങ, കടുമാങ്ങ, നെല്ലിക്ക തുടങ്ങി അത്യാവശ്യ അച്ചാറുകളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. സാമ്പിൾ നോക്കാനുള്ള അച്ചാറിട്ട് വെച്ച പാത്രങ്ങൾ ഒരുമിച്ചെടുത്തോൾ പുറത്തേക്ക് നടക്കുമ്പോൾ അകത്തേക്ക് കയറി വരുന്നവനെ കണ്ട് തിങ്കൾ അവിടെ തന്നെ നിന്നു. പാർത്തി അവളെ കണ്ട് ചൂടുകൾ നിലച്ചു. പെണ്ണിനെ തൊട്ടില്ലെന്ന പോലെയാണ് നിൽപ്പ്. പിന്നെ അച്ചാറിന്റെ പാത്രം അവർക്കിടയിലുണ്ട്. തിങ്കൾ മുഖമുയർത്തി നോക്കിയതും അവന്റെ പ്രണയം നിറഞ്ഞൊഴുകുന്ന സ്ഥിരം മാസ്റ്റർ പീസ് നോട്ടവുമായി കണ്ണൊന്ന് ചിമ്മ പോലും ചെയ്യാതെ നിൽക്കുകയാണ് ചെക്കൻ. എങ്ങനെയാവോ നിൽക്കാതിരിക്കും? ഇളം മഞ്ഞ കളർ ധാവണി വാരി ചുറ്റിയെടുത്ത് അതിന്റെ തുമ്പിടുപ്പിൽ കുത്തിയിറക്കി മെടഞ്ഞിട്ട മുടി മുന്നിലേക്ക് എടുത്തിട്ട് ആ കരിമഷി എഴുതിയ കടും കാപ്പി കണ്ണുകൾ ഉയർത്തിയുള്ള നോട്ടത്തിൽ അവനങ്ങ് ഫ്രീസായി പോയി. അവനിങ്ങനെ നോക്കി നിൽക്കില്ലാതെ മാറില്ലെന്ന് മനസ്സിലാക്കി തിങ്കൾ നീങ്ങിപ്പോവാൻ തുടങ്ങിയതും ചെക്കൻ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. അവന് തുറിച്ചു നോക്കി അവൾ ഇടത്തെ വശത്തേക്ക് നീങ്ങിയതും അവൻ പിന്നെയും നീങ്ങി. വലതുവശത്തേക്ക് പോയത് അവിടേക്ക്. മാറിക്ക് പാർത്തിയും കടുപ്പിച്ചെന്നെയുള്ള അവളുടെ പറച്ചിൽ. ഇങ്ങനെയൊന്നും വാരി ചുറ്റി എന്റെ മുമ്പിൽ വന്ന് നിൽക്കല്ലേ കേട്ടോ നീ. ഇനിയിപ്പോ വന്നു അതുകൊണ്ട് കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം ഞാനൊന്ന് നിന്നെ കണ്ടോട്ടിടി. കൊഞ്ചിക്കൊണ്ടാവൻ പറയുമ്പോൾ ദേഷ്യത്തിലൊന്ന് ചുവക്കുന്നുണ്ട് അവളുടെ മുഖം. ഇതാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞു, ദേഷ്യപ്പെടുമ്പോഴേ എന്റെ തങ്കിയെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന്. പറച്ചിലിനൊപ്പം തന്നെ അവളുടെ കാവലിൽ നിന്നുള്ള ചെക്കന്റെ കൈ ഉയർന്നു. അപ്പോഴേക്ക് അവൾ പിന്നിലേക്ക് പോയി അവനെ ദഹിപ്പിക്കുമ്പോൾ ഒരു നോട്ടം നോക്കി.
അതിനവൻ ചമ്മിയൊന്ന് ചിരിച്ചു. ആ ഫ്ലോയിൽ കൈ ഉയർത്തി പോയതാണ് അവൻ. തിങ്കളെ. അപ്പോഴേക്കും പുറത്തുനിന്ന് ചാന്ദിനിയുടെ വിളി. മനസ്സിലാ മനസ്സോടെ പാർത്തി അവൾക്ക് വഴിമാറി കൊടുത്തു. എന്നാൽ അവന്റെ തോളിലൊന്ന് ഉരസിയാണ് അവൾ കടന്നുപോയത്. ആളിൽ നിന്നും പരന്നൊരു നേർത്തൊരു സുഗന്ധത്തിൽ നെഞ്ചിൽ കൈവച്ചവൻ കണ്ണടച്ച് നിന്നുപോയി. ഉത്സവപ്പറമ്പിൽ തിരക്കൂടിയിട്ടുണ്ട് അവരുടെ കടയിലും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാടകം, ഓട്ടം തുള്ളൽ, കുട്ടികളുടെ പരിപാടികൾ, അങ്ങനെ രാത്രി പരിപാടികൾ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കച്ചവടത്തിനും കുറവൊന്നുമില്ല. ഗാനമേള തുടങ്ങാൻ നേരം എല്ലാ കടകളിലും തിരക്കുകൾ ഒഴിഞ്ഞു തുടങ്ങുന്നുണ്ട്. ആൾക്കാരൊക്കെ സീറ്റ് വേഗം പിടിക്കാനായി സ്റ്റേജിന് മുമ്പിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരകൾ പോയി നിരന്നിരിക്കുകയാണ്. കസേരയ്ക്ക് മുമ്പിൽ നിലത്തിരിക്കാനുള്ള സ്ഥലവുമുണ്ട്. പേപ്പർ ഷീറ്റൊക്കെ അവിടെ ഇവിടെ ആളുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നാജി നോക്കണം, സെറ്റപ്പ് കൊള്ളാലേ. കടയിൽ വന്നൊരു ചേച്ചിക്ക് അച്ചാരുചി നോക്കാൻ കൊടുക്കാൻ തിങ്കൾ ആ സംസാരം കേട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു 35 വയസ്സിന് പ്രായമുള്ള 3-4 ആണുങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും അച്ചാർ കൊടുത്ത് തിങ്കൾ അങ്ങോട്ട് വന്നിരുന്നു. ആളെ കണ്ട് മുന്നിൽ നിൽക്കുന്നവരുടെ കണ്ണുകളൊന്നുകൂടെ തിളങ്ങി. നിങ്ങൾ ആ നിയത്തിയായിരിക്കുമല്ലേ ഇത്? വഷളം ചിരിയോടെയുള്ള അവരിലൊരുവന്റെ ചോദ്യം. അധികം കാര്യം അന്വേഷിക്കാൻ വാങ്ങിച്ചതിന്റെ കാശ് നിങ്ങൾ പോകാൻ നോക്കി. പ്രവീണ മുന്നോട്ട് വന്ന് പറഞ്ഞതേ. അതെന്തു വർത്താനം അയച്ച്, കാശൊക്കെ ഞങ്ങൾ തരാം, പക്ഷെ ഇവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ തന്നെ ഞങ്ങൾ കഴിക്കണം. പോകിൽ നിന്ന് കാശെടുത്ത് അവിടെ മുന്നിൽ വെച്ചുകൊണ്ട് പ്ലേറ്റിലേക്ക് അവിടെ നിന്ന് കഴിക്കാൻ തന്നെ തുടങ്ങിയവർ. ഒന്നും പറഞ്ഞില്ലെങ്കിലും തിങ്കളുടെയും ചാന്ദിനിയുടെയും പ്രവീണിന്റെയും മുഖം ദേഷ്യത്തിൽ ചുവന്നിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ് ടാജി, പക്ഷെ ചിരി എരിവ് കൂടുതലുണ്ട്. ഓ, നമ്മളെ മുന്നിൽ നിൽക്കുന്നവരെ പോലെ, എന്നാലും കടിച്ചിറക്കാൻ എന്താ ഒരു രുചിന്നറിയാം. കണ്ണു നിറക്കി മുന്നിൽ നിൽക്കുന്നവർ അടിമുടിയോടി ഞാൻ ചുണ്ടും കടിച്ച് പറയുന്ന നേരം ക്ഷമയുടെ നെല്ലിപ്പലയിലെത്തി നിൽക്കും പോലെയായിരുന്നു അവരും നിന്ന്. 3 പേർക്കും പ്രതികരിക്കാൻ അറിയാതെയില്ല. തിങ്കളിനെയും പ്രവീണിനെയും ചാന്ദിനി പിടിച്ചെടുത്തിരിക്കുകയാണ്. തങ്ങളൊന്ന് ശബ്ദമുയർത്തിയാൽ പ്രശ്നം രൂക്ഷമാവും. പാർത്തി അവന്റെ കൂട്ടുകാരൊക്കെ അവിടെ അപ്രമശമാണ്. ഒരു 10 മിനിറ്റായി കാണും അവരിവിടുന്ന് പോയിട്ടുണ്ട്. അതുവരെ ഇവിടെ തന്നെയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തല്ലൊന്നില്ലാതെ ഒരു കണക്കിലാണ് ഉത്സവം നടന്നുപോയത്. ഇനി ഇന്നുകൂടെയല്ലേ ഉള്ളൂ. ഒടുക്കം കൊണ്ടുപോയി കലമുടക്കേണ്ടെന്ന് വെച്ച് അവർ നിൽക്കുമ്പോൾ തന്നെയാണ് എന്താ അമ്മയെന്ന് ചോദിച്ച് മിഥുന്റെ അങ്ങോട്ടുള്ള വരവ്. അവൻ ക്ലബിൽ ചാർജ് ചെയ്യാൻ വെച്ച അവന്റെ ഫോൺ എടുക്കാനുള്ള വരവിലാണ് കടയുടെ മുമ്പിലുള്ളവർ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് വന്ന്. ആരുടെയും നിൽപ്പത്ര പന്തിയല്ല. എല്ലാവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.